വളരെ പ്രധാനമായ ഒരു കാര്യം. എന്താണ് വളരെ പ്രധാനമായ കാര്യം? വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനത്തിൽ പറയുന്നത് നാവ് കൊണ്ട് പറയേണ്ടതല്ല മതം, ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഹൃദയത്തിൽ ഇറങ്ങിച്ചെല്ലണമെങ്കിൽ ശാന്തമായി ചിന്തിച്ച് പ്രമാണങ്ങളെ പറ്റി കേട്ട്, അങ്ങനെയാണല്ലോ ഒരു നല്ല ഉപദേശം. അത് ശാന്തമായി ഇരുന്ന് കേട്ടാലാണ് തിരക്കേടില്ല. ആ പറഞ്ഞതിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നു. ഒരു അധ്യാപകന്റെ ഉപദേശം ഒരു വിദ്യാർത്ഥി ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നവന് പഠിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ശാന്തമായി ഇരുന്ന് കേട്ടാലോ, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അവന് കേട്ടാൽ ശരിയും മനസ്സിലാവും തെറ്റും മനസ്സിലാവും. ഈ ഒരു അവസ്ഥ എല്ലാ നാട്ടിലും ഉണ്ടാകും. വെറുതെ പോലീസുകാർക്കൊന്നും പണി ഉണ്ടാക്കരുത് മുസ്ലിങ്ങൾ. മുജാഹിദ് പ്രസ്ഥാനം ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു സുന്നി പ്രസംഗിക്കുന്നിടത്ത് അവർക്ക് ചെന്നിട്ട് മുജാഹിദുകൾ കച്ചറുണ്ടാക്കും, ഞങ്ങൾക്കൊന്ന് സംരക്ഷണം തരണേന്ന് പറയേണ്ടി വന്നിട്ടുണ്ടോ? നാളെ ദൂരം ഏതെങ്കിലും ഒരു പോലീസുകാരൻ പറയട്ടെ, ഒരു സുന്നിക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞങ്ങളുടെ അഹ്സനി പ്രസംഗിക്കുന്നുണ്ടെന്ന്, അതുകൊണ്ട് മുജാഹിദുകൾ കച്ചറുണ്ടാക്കും, നിങ്ങൾ ഞങ്ങളൊന്ന് കാക്കണം എന്ന് പറഞ്ഞൊരവസ്ഥ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിന് ആടൻ ചോദിച്ചു. കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു പോലീസ് 100 കൊല്ലമായി മുജാഹിദ്, നേരെ മറിച്ച് 1-2 മുജാഹിദുകൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കരയേണ്ടി വന്നിട്ടുണ്ട്. സാർ ഇങ്ങനെയൊക്കെ ഉണ്ടായി ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങൾ മതം പറയുന്നിടത്ത് ഞങ്ങളെ തല്ലിച്ചതച്ചു, ഞങ്ങളുടെ പണ്ഡിതന്മാരെ കയ്യേറി, സ്റ്റേജ് തച്ചു പൊളിച്ചു, 150 കസാല തീയിട്ട് ചുട്ടു എന്നൊക്കെ. ഈ കൊടുങ്ങല്ലൂര് 180 കസേരയാണ് തീയിട്ട് ചുട്ട്, കാറൊക്കെ അടിച്ചു തകർത്ത് കഴിഞ്ഞു, സ്റ്റേജൊക്കെ അപ്പടി തീയിട്ട് തെങ്ങിന്റെ മുകൾ ഭാഗം വരെ കത്തിപ്പോയി. ആരാണ് ചെയ്ത? ഒരു മുസ്ലിയാർ നേതൃത്വം നൽകിയതാണ്. ഇത് മതസമൂഹത്തിന് പാടില്ലാത്തതാണ്. ഇതിന്റെ പേരല്ലേ തീവ്രവാദം, ഇതിന്റെ പേരല്ലേ ഭീകരവാദം, ഇതിന്റെ പേരല്ലേ തെമ്മാടിത്തം. ഇത് പാടില്ല, അതൊരു വിഭാഗവും ചെയ്യാൻ പാടില്ല. നിങ്ങൾ നോക്ക്, നിരീശ്വരവാദികൾ പ്രസംഗിക്കുന്നു. ഇവിടെ ഈശ്വര വിശ്വാസികളാണ് 99%. 1% ഉണ്ടോ? അതുമില്ല. 1/2% ഉണ്ട് നിരീശ്വരവാദികൾ ഇന്ത്യയിൽ. ആ ആളുകൾ നിരീശ്വരത്വം പ്രസംഗിക്കുന്നു. അതിനും പോലീസുകാരനെ, ഈശ്വര വിശ്വാസിയായ പോലീസുകാരനായിരിക്കും പെർമിഷൻ കൊടുക്കുക. എന്തുകൊണ്ട്? ഈശ്വര വിശ്വാസമാണ് ശരിയെന്ന് പറയാ, നിരീശ്വരത്വം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് SI ഒപ്പിട്ട് കൊടുക്കുക. എന്തിനാ? ഇന്ത്യയുടെ ഭരണകൂടം എല്ലാ പൗരനും സ്വാതന്ത്ര്യം നൽകി, അതിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ എല്ലാ സംഘടനകളെയും ഇഷ്ടപ്പെട്ടിട്ടാണോ? ഈ രാജ്യത്തിന്റെ ഭരണഘടന അതിന് മാനിക്കാനുള്ള ഒരു ആത്മാവ്, സോൾ ഉണ്ടാവുക, ഇന്ത്യയുടെ ചൈതന്യം തൊട്ടറിയാനുള്ള ആത്മാവ് ഉണ്ടാവുക, അതെല്ലാവർക്കും ഉണ്ടാവണമെന്നാണ് പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി ചില ആശയം ജനങ്ങളോട് പറയും. എനിക്കറിയാം, എത്രയോ നാടുകളിൽ അമുസ്ലിങ്ങളായ ആളുകൾ വന്നിട്ട് അവരെത്രയോ സമാധാനത്തോടെ കേട്ട് ഈ പ്രസംഗം തിരക്കിടില്ല, നിങ്ങൾക്ക് പറയാനുള്ള ഇതാണെങ്കിൽ ഇത് ഞങ്ങളെയും കൂടെ ബാധിക്കുന്ന പ്രശ്നമാണല്ലോ, ഇതാണ് നാട്ടിൽ നടക്കേണ്ടത് എന്ന് മുസ്ലിങ്ങൾ പറയുമ്പോൾ ഇതിവിടെ നടക്കാൻ പാടില്ല, ഇതിനെ തച്ച് തകർക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വിധം പണ്ഡിതന്മാരും അവരുടെ കൂട്ടാളികളും നമ്മുടെ നാട്ടിലുണ്ട്. ഇത് ശരിയല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം പ്രകോപിപ്പിക്കുക എന്നതും പ്രകോപനം ഉണ്ടാക്കുക എന്നതും അവർ സ്വയം പ്രകോപിതരാവുക എന്നതും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യം. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കേണ്ടവരാണ് നമ്മൾ. മാത്രമല്ല, ഒരു രോഗിയെ ചികിത്സിക്കുമ്പോ ആ രോഗിയുടെ രോഗം അറിഞ്ഞ് മരുന്ന് നിർദ്ദേശിച്ച് അയാളുടെ രോഗം മാറണമെന്നല്ലേ ഡോക്ടർ വിചാരിക്കുക? ഒരു ഡോക്ടർ രോഗിനെ കൊല്ലണമെന്ന് വിചാരിക്കോ? അങ്ങനെയുള്ള ക്രൂരനാണ്. അതുപോലെയാണ് പണ്ഡിതൻ. ഒരു പണ്ഡിതന്റെ പ്രത്യേകത എന്താ? തെറ്റുപറ്റിയവരെ തിരുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ പലപ്പോഴും കോപം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇപ്പൊ ശ്രീരാമനെ കാട്ടു പറഞ്ഞു വെച്ചു, ലക്ഷ്മണന് കോപം വന്നു. ലക്ഷ്മണൻ പറഞ്ഞു, കാമവിവശനായ എന്റെ അച്ഛൻ നിന്നോട് കാട്ടുപോകാൻ പറഞ്ഞു അല്ലേ? നോക്കൂ, ലക്ഷ്മണന്റെ വാക്കെന്താണ്? സ്വന്തം അച്ഛനെ കുറിച്ചാ പറയുന്നത്. കാമവിവശനായ എന്റെ അച്ഛൻ നിന്നോട് കാട്ടുപോകാൻ പറഞ്ഞു അല്ലേ ശ്രീരാമ? എന്നിട്ട് പറയാണ്, എന്റെ അരയിൽ തൂക്കിയ വാള് അലങ്കാരത്തിനുള്ളതല്ല, എന്റെ ആവനാഴിയിൽ അമ്പ് എനിക്ക് വാർദ്ധക്യം കൊണ്ട് കുത്തിപ്പിടിക്കാനുള്ളതല്ല, കാമവിവശനായ എന്റെ അച്ഛനെ ഞാൻ കൊല്ലും എന്ന് വയലന്റായി, സൈലന്റായി പ്രതികരിക്കേണ്ടിടത്തൊക്കെ വയലന്റായി പ്രതികരിക്കുന്ന ഒരു സ്വഭാവം സമൂഹത്തിന് ഉണ്ടാവാൻ പാടില്ല. അത് അപകടമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതിന് പക്വത ഉണ്ടാകണം. അതിന് നമ്മുടെ നേതൃത്വം പക്വതയുള്ളവരാകണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിവിടെ ഓട്ടുപാറയിൽ പ്രസംഗിച്ചു. ഒരു ജാഫർ മുസ്ലിയായിരുന്നുണ്ട്, AP പക്ഷത്തൊരു മുസ്ലിയാരുണ്ട്. എനിക്ക് ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് തിരുവനന്തപുരത്ത് വെച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ മുജാഹിദുകൾ പ്രസംഗിക്കുന്ന എല്ലാ നാട്ടിലും നിങ്ങൾ ഒരാൾ വന്നിട്ട് ഫിത്തന ഉണ്ടാക്കും. എന്ത് വെളുത്ത സുന്ദരനായ ഒരു ശരീരം നിങ്ങൾക്ക്, കറുത്ത ഹൃദയമാണ് പഠിച്ചത് നിങ്ങൾക്ക് തന്നെ, എന്തൊരു ഗതികേടാണത്. അപ്പൊ ഈ ഒരു വ്യക്തി കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വന്നിട്ട് ആ സദസ്സ് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അവിടെ നേതൃത്വം കൊടുക്കുന്നത് തന്നെ പണ്ഡിതനാണ്. പിന്നെ സാധാരണക്കാര് പ്രകോപിതരാവാതിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു മുജാഹിദ് സുന്നി പണ്ഡിതന്മാർ പ്രസംഗിക്കുന്ന സദസ്സിലൊക്കെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കണം? ഈ സ്വഭാവം ഒന്നും നല്ലതല്ല എന്ന് ഞാൻ തുടക്കത്തിലെ ആളുകളോട് പറയാൻ ആഗ്രഹിക്കുന്നു.
മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ഉന്നതമായ ഒരു വിഷയം തിരഞ്ഞെടുത്തു. ആ വിഷയം ഇതാണ്: പ്രമാണങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തോട് മാത്രമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാൻ. ഈ നാട്ടിലെ മുഴുവൻ മതവിഭാഗങ്ങളോടും നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് ആചരിക്കുന്ന മതാചാരങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും അതത് മതത്തിന്റെ ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചതല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കും. ആ തിരിച്ചറിവിൽ നിന്ന് ഞങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ, സ്നേഹത്തോടെ അവർക്ക് സംഭവിച്ച വ്യതിയാനങ്ങളിൽ നിന്ന് അവരെ തിരുത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് പ്രമാണങ്ങളിലേക്ക് ജനങ്ങൾ മടങ്ങിപ്പോകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ? ഇപ്പൊ നിങ്ങൾ നോക്ക്, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, അതിലേറെ ശ്രദ്ധേയമായ ദശോപനിഷത്തുക്കൾ, ഈശാവാശോപനിഷത്ത്, ബൃഹദാരണ്യോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, കഠോപനിഷത്ത്, കേനോപനിഷത്ത്, അങ്ങനെ ഒരുപാട്